വളരെ രസകരമായൊരു വാഗ്ദാനം കൊടുത്തിരുന്നു ഹിമാചൽ പ്രദേശിലെ കർഷകർക്ക്. എന്താണെന്നറിയാമോ? കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ചാണകം 2 രൂപയ്ക്ക് വാങ്ങി ആ ചാണകം ഇടുന്ന പശുവിന്റെ പാല് 100 രൂപയ്ക്ക് വാങ്ങും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. ഒരൊറ്റ കർഷകർ കിട്ടിയിട്ടില്ല. 2 രൂപ അവരുടെ വീട്ടിൽ ചാണകവുമായിട്ട് കാത്തിരിക്കുക കർഷകർ. ചാണകവുമായിട്ട് ഹിമാചൽ പ്രദേശിൽ കാത്തിരിക്കുന്ന കർഷകരുടെ അടുത്തേക്ക് ഒരു കോൺഗ്രസിന്റെ മന്ത്രി വന്നില്ല 2 രൂപയ്ക്ക് ചാണകം വാങ്ങാൻ, 100 രൂപയ്ക്ക് പാല് വാങ്ങാൻ. തീർന്നില്ല ആൻഡ്രൂ അഗസ്റ്റിൻ. കൗതുകരമായ കാര്യം എന്തറിയോ? അത് കഴിഞ്ഞ് ഇത് വലിയ വിമർശനത്തിന് വിധേയമായപ്പോൾ കഴിഞ്ഞ വർഷം ഈ 2 രൂപ 3 രൂപയാക്കി. 2 രൂപ 3 രൂപയാക്കിയിട്ട് പറഞ്ഞു ഇതെല്ലാ ചാണകവും വാങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഡീകമ്പോസ് ചെയ്ത ചാണകം മാത്രമേ വാങ്ങൂ. എങ്കിൽ നിങ്ങൾ ആ ചാണകമെങ്കിലും വാങ്ങ്. ആ ചാണകവും വാങ്ങിയില്ല. സർ, ചാണകം 2 രൂപയ്ക്ക് വാങ്ങുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ വാഗ്ദാനം പോലും പാലിക്കാതെ ഹിമാചൽ പ്രദേശിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് കേരളത്തിൽ വന്നിട്ട് പറയാണ് ചാണകം മേടിക്കുന്ന പാലെങ്കിലും വാങ്ങ് എന്നിട്ട് വന്ന് പറയാണ് ഇതൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കൂലേ, സർ ഈ ഗ്യാരണ്ടിയൊക്കെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഇട്ടുപോയ കല്ലിനുമേതെ ഒരു കെട്ടിടമെങ്കിലും കെട്ടി ഉയർത്തി ആ വയനാട്ടിലെ ചൂരമലയിലെ മുണ്ടക്കയിലെ മനുഷ്യർക്കൊരു വീട് കെട്ടിക്കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടി ഞങ്ങൾ ഗ്യാരണ്ടിയാണെന്ന് വിശ്വസിക്കാം. മറുഭാഗത്തോ 600 വാഗ്ദാനങ്ങളിൽ 600 പാസ് 585 എണ്ണവും പാസ്സാക്കിയത് 99% ഒന്നാമത്തെ പിണറായി സർക്കാർ പാസ്സാക്കുന്നു. രണ്ടാമത് 900-ൽ ഏകദേശം 97% പാസ്സാക്കിയിട്ട് വരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ, ഇന്ന് ഉദ്ഘാടനം ചെയ്ത പെരുമ്പളം പാലം എത്രയാ കോടിക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്? 100 കോടിക്ക്. എത്ര പേർക്കാണ് അതിന് ആനുകൂല്യം ലഭിക്കുക? 12,000 മനുഷ്യർക്ക് കണ്ട് ഇത് കിട്ടത്തുള്ളൂ. തുരുത്തിലുണ്ടായിരുന്ന കുറച്ച് മനുഷ്യരാ, പാവപ്പെട്ട മനുഷ്യരാ. പക്ഷെ അവർക്ക് 100 കോടി. ഏതാ ഫണ്ട്? കിഫ്ബി ഫണ്ട്. നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തതാ എങ്ങനെയാ ഈ തുരങ്ക പാത നിർമ്മിച്ചിരിക്കുന്നത് കിഫ്ബി. ആ കിഫ്ബി വേണ്ടെന്ന് വെച്ച സർക്കാരാ. ഈ പണം കിഫ്ബിയിൽ നിന്ന് കണ്ടെത്താൻ പറ്റൂ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി? ഇത് എവിടെ നിന്ന് ഈ പണം വരും സാർ? എങ്ങനെ ഈ ഗ്യാരണ്ടി നടപ്പാക്കും സാർ? ഇത് കേരളത്തിന് ആവശ്യമുള്ളതാണോ? ഇതാണോ കൊട്ടിഘോഷിച്ച ഗ്യാരണ്ടി എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ഈ ഗ്യാരണ്ടി യഥാർത്ഥത്തിൽ ഒരു കോമഡി പ്രഖ്യാപനം മാത്രമായി പോയി എന്നുള്ളതാണ് മിനിമം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി കുറച്ചുകൂടി കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന, ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്കീം കൊണ്ടുവരേണ്ടിയിരുന്നു എന്നുള്ളതാണ്